ചാണകത്തിന്റെ ശക്തി. ഹായ്, ബൈജിരാജ് ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈയിടെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതിൽ ഒരു കല്ല് കാണിക്കുന്നുണ്ട്, കൊത്തുപണിയൊക്കെയുള്ള ഒരു കല്ല്. ഏകദേശം ഒരു 10-15 കിലോ ഭാരം അതിനുണ്ടായിരിക്കും. പിന്നെ ഒരു സ്റ്റീലിന്റെ ഒരു ഡബ്ബ കാണിക്കുന്നുണ്ട്, അതിന്റെ പുറത്ത് കുറച്ച് ചാണാൻ വെക്കുന്നു. ഈ ചാണാനെല്ലാം കറക്റ്റ് സെറ്റ് ചെയ്തതിനു ശേഷം ഈ ഡബ്ബ പൊക്കുന്ന സമയത്ത് ഇതിന് ഭാരം തോന്നുന്നില്ല എന്നാണ് അത് പൊക്കുന്ന ആൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വീഡിയോ എടുക്കുന്നത് കുത്തി ചോദിക്കുകയാണ്, ഇതിന് ഭാരം തോന്നുന്നുണ്ടോ എന്നുള്ളത്. ഭാരം അധികം തോന്നുന്നില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. എന്താണ് യാഥാർത്ഥ്യം? ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ കല്ലിന് ഭാരം ഏകദേശം 10-12 കിലോ എല്ലാം ഉണ്ടായിരുന്നു. അതിന് ധാരാളം കൊത്തുപടിയും കാണുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ചാണാൻ കൊണ്ട് ഇതിൽ കൊത്തി വെക്കുന്നത്. ഈ പൊത്തി വെക്കുന്ന സമയത്ത് കാണാം ഈ ചാണാൻ നന്നായിട്ട് അത് ഒത്തിച്ചേർന്ന രീതിയിലാണ് വെക്കുന്നത്. നാരില്ലാത്ത ചാണാൻ, അതായത് നന്നായിട്ട് പേസ്റ്റ് പോലെയുള്ള അത്യാവശ്യം പശപ്പുള്ള ചാണാനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പരീക്ഷണം തന്നെ നമുക്ക് പശപ്പുള്ള ചാണാൻ ഉപയോഗിച്ചു അല്ലെങ്കിൽ ആട്ട ഗോതമ്പ് മാവെല്ലാം ഉപയോഗിച്ച് ചെയ്യാം. ആവശ്യത്തിന് വെള്ളമെല്ലാം ചേർത്ത് അതെല്ലാം തന്നെ ചെളി ഉപയോഗിച്ചും ചെയ്യാം. ഇത് മൂന്നും ഉപയോഗിച്ചാൽ ഇതുപോലെ നമുക്ക് ഈ പാത്രമെല്ലാം പൊക്കുവാൻ സാധിക്കും. അതിന് കാരണം ഇത്രയും വലിപ്പമുള്ള പാത്രമാണെങ്കിൽ ഏകദേശം ഇത്രയും നീളത്തിലാണ് ഇതിന്റെ സർക്കംഫറൻസ് വരുന്നത്. അത്രയും ഭാഗത്ത് ഈ ചാണാൻ ഒട്ടുകയാണ്. കൂടാതെ ഈ കല്ലിന്റെ പുറത്താണെങ്കിൽ അത്യാവശ്യം കൂടുതൽ കൊത്തുപണിയുമുണ്ട്. അത് കാരണം തന്നെ ഈ കല്ലിന് കൂടുതൽ സർഫസ് ഏരിയ വരികയാണ്. അവിടെയെല്ലാം ഈ പശപ്പുള്ള ചാണാൻ ഒട്ടുകയാണ്. അതും കൂടാതെ ഈ പാത്രം പൊക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ ഈ പാത്രത്തിന് താഴെയായിട്ട് ഒരു വാക്വം ഉണ്ടാവണം. എന്നാൽ മാത്രം ഇത് വിട്ടുപോരുകയുള്ളൂ. നമുക്കറിയാം ഇവിടെ അന്തരീക്ഷ മർദ്ദമുള്ളത് കാരണം തന്നെ വാക്വം ഉണ്ടാവാനായിട്ട് വളരെ പ്രയാസമാണ്. ഈ അന്തരീക്ഷ മർദ്ദം ഈ കല്ലിന്റെ മുകളിലേക്ക് തള്ളും. അത് കാരണമാണ് ഈ കല്ല് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത്. ഈ പരീക്ഷണം തന്നെ നമുക്ക് ചാണാൻ ഉപയോഗിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ആട്ടമാവ് ഉപയോഗിച്ചോ ചെളി ഉപയോഗിച്ചോ ചെയ്യാം. ഇതുപോലെ പൊക്കാം. കാരണം ഈ ഭാഗത്തുള്ള പിടുത്തമാണ് ഇതിന് കാരണം. അതാണ് ഇവിടുത്തെ ടെക്നിക്. അതും പോരാതെ ഇതിൽ പറയുന്നത് ഈ പാത്രത്തിന്റെ പിടിയിൽ പൊക്കുന്ന സമയത്ത് ഇതിന് ഭാരം തോന്നുന്നില്ല എന്നാണ്. നമുക്കറിയാം ഇവിടെ കല്ലിന്റെ ഭാരം കൂടാതെ പാത്രത്തിന്റെ ഭാരവും ഈ ചാണാൻ പൊത്താൻ ഉപയോഗിച്ച ചാണാത്തിന്റെ ഭാരവുമുണ്ട്. അത് മൂന്നും കൂടി എങ്ങനെ പൊക്കിയാലും ഒരേ ഭാരമായിരിക്കും. ആദ്യം കല്ല് മാത്രം പൊക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൽ പിടിക്കാനായിട്ട് എളുപ്പമല്ല, കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കാരണമാണ് അത് ഭാരം കൂടുതൽ തോന്നിക്കുന്നത്. എന്നാൽ പിടിയിൽ പിടിച്ച് പൊക്കുന്ന സമയത്ത് അത് ഈസി ആയിട്ട് പൊക്കാം, കാരണം അത് പിടിക്കാൻ എളുപ്പമാണ്. എന്നാലും ഇവിടെ കല്ലിന്റെ ഭാരം കൂടാതെ പാത്രത്തിന്റെ ഭാരവും ചാണാത്തിന്റെ ഭാരവും ഉണ്ടാവും. അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ആകെയുള്ള വ്യത്യാസം കല്ല് പിടിച്ചു പൊക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവിടെ പാത്രത്തിന് പിടിയുള്ളത് കാരണം എളുപ്പം പൊക്കാം. അതല്ലാതെ ചാണാൻ തേച്ചത് കൊണ്ട് ഇതിന് ഭാരമൊന്നും കുറയില്ല. പശുവിന്റെ കൊമ്പിന്റെ ഇടയ്ക്ക് FM റേഡിയോ സ്റ്റേഷനൊന്നും കിട്ടില്ല. അതുപോലെ തന്നെ ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ടെന്നെല്ലാം വിശ്വസിക്കുന്ന ആളുകളാണ്. അവരോട് നമുക്ക് ശാസ്ത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ആകെയുള്ള വ്യത്യാസം കല്ല് പിടിച്ചു പൊക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അത് പിടിക്കാനുള്ള ബുദ്ധിമുട്ട്. എന്നാൽ ഇവിടെ പാത്രത്തിന്റെ ഹാൻഡിൽ പിടിച്ചു പൊക്കാനായിട്ട് എളുപ്പമാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അതല്ലാതെ ഇതിൽ ചാണകത്തിന് യാതൊരു റോളുമില്ല. ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം. ശാസ്ത്രലോകം വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജിരാജ്.